ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഹാനോക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 24-ാം വാക്യം. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഇന്ന് നമുക്ക് ഹാനോക്ക് എന്ന ഒരു വിശുദ്ധ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കാം. ഈ പാപകരമായ ലോകത്ത് ഒരു വിശുദ്ധ ജീവിതം നയിക്കാനും ദൈവവുമായി യോജിപ്പിൽ നടക്കാനും കഴിയുമെന്ന് തെളിയിച്ച ആദ്യത്തെ വ്യക്തി അദ്ദേഹമായിരുന്നു. കർത്താവിനെ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായി അദ്ദേഹം കണ്ടു, അവനോടൊപ്പം നടന്നു, അവനുമായി സംസാരിച്ചു, ആത്മാവിൽ അവനോട് യോജിച്ചു. ദൈവം സമീപിക്കാനാവാത്ത വെളിച്ചത്തിൽ വസിക്കുന്നുണ്ടെങ്കിലും സ്നേഹം, പ്രാർത്ഥന, വിശ്വാസം എന്നിവയിലൂടെ ഹാനോക്ക് അവനെ അടുപ്പിക്കുകയും അവനെ തൻ്റെ കൂട്ടാളിയാക്കുകയും ചെയ്തു. ഹാനോക്കിനെ നോക്കൂ. പഴയ നിയമത്തിലെ ഗോത്രപിതാക്കന്മാരുടെ ശവക്കുഴികൾക്കിടയിൽ അവൻ ഒരു ജീവനുള്ള സ്മാരകമായി നിലകൊള്ളുന്നു. ശവക്കുഴിയില്ലാത്ത ആദ്യ മനുഷ്യൻ, മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിച്ച അത്ഭുതമായിരുന്നു അദ്ദേഹം. ഹാനോക്ക് നിരന്തരം കർത്താവിനെ നോക്കിക്കൊണ്ടിരുന്നു. സഹായം ലഭിച്ച പർവ്വതങ്ങളിലേക്ക് അവൻ കണ്ണുകളെ ഉയർത്തി. സ്വർഗസ്ഥനായ ദൈവം ഭൂമിയിലെ നിവാസികളെ നോക്കി പറയുന്നു, ഭൂമിയുടെ എല്ലാ അറ്റങ്ങളിലുമുള്ളവരെ എന്നെ നോക്കുവീൻ, രക്ഷിക്കപ്പെടുവീൻ എന്ന്. ഇത് യെശയ്യാവ് 45-ാം അധ്യായം 22-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. അവർ അവനെ നോക്കി പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് സങ്കീർത്തനം 34-ാം അധ്യായം 5-ാം വാക്യത്തിലും കാണപ്പെടുന്നു. വിശ്വാസത്താൽ ഹാനോക്ക് കർത്താവിനെ നോക്കി എന്ന് മാത്രമല്ല, 300 വർഷം അവനോടൊപ്പം നടക്കുകയും ചെയ്തു എന്ന് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ കാണുന്നു. രണ്ടുപേർക്ക് യോജിപ്പില്ലെങ്കിൽ ഒരുമിച്ച് നടക്കാൻ കഴിയുമോ എന്ന് ആമോസ് 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ ചോദിക്കുന്നു. യുവദമ്പതികൾ കൈകോർത്ത് സ്വന്തമായി ഒരു പുതിയ ലോകം കെട്ടിപ്പടുക്കുന്നത് പോലെ ഹാനോക്ക് 3 നൂറ്റാണ്ടുകളായി ഒരിക്കലും ക്ഷീണിക്കാതെ ദൈവവുമായി കൈകോർത്ത് നടന്നു. ഓരോ ദിവസവും പരമമായ സന്തോഷം കൊണ്ട് നിറഞ്ഞു. തൻ്റെ വിശ്വാസം നിമിത്തം മരണം കാണാതിരിക്കാൻ ഹാനോക്ക് എടുക്കപ്പെട്ടു എന്ന് എബ്രായർ 11-ാം അധ്യായം 5-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. ക്രിസ്തുവിൻ്റെ 2-ാം വരവിൽ കാഹളം മുഴങ്ങുമ്പോൾ ഒരു വലിയ ജനക്കൂട്ടം രൂപാന്തരപ്പെടുകയും മരണം ആസ്വദിക്കാതെ എടുക്കപ്പെടുകയും ചെയ്യും. മഹത്വത്തിന്മേൽ മഹത്വം ധരിച്ച് പുതിയ നിയമത്തിലെ വിശുദ്ധന്മാരുടെ മുന്നോടിയായി ഹാനോക്ക് നിലകൊള്ളുന്നു. ഇതുവരെ അവൻ മരിച്ചിട്ടില്ല. എത്ര അത്ഭുതകരമായ മനുഷ്യൻ! ബൈബിൾ പറയുന്നു, നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാകുന്നു, മരണത്തിൽ നിന്നുള്ള വിടുതലുകൾ കർത്താവിൻ്റെ വകയാണെന്ന്. ഇത് സങ്കീർത്തനം 68-ാം അധ്യായം 20-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. നീതിയോ മരണത്തിൽ നിന്നുള്ള വിടുതൽ എന്ന് സദൃശ്യവാക്യം 11-ാം അധ്യായം 4-ാം വാക്യത്തിൽ ചോദിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഇന്ന് ഹാനോക്കിനെ പോലെ കർത്താവിനോട് കൂടെ നടക്കാൻ തീരുമാനിക്കുക. ലോകവുമായുള്ള നിങ്ങളുടെ സംഭാഷണങ്ങളും ഇടപെടലുകളും കുറയ്ക്കുക. കർത്താവിനോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുക. യേശുക്രിസ്തുവിൻ്റെ വരവ് വളരെ അടുത്തിരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം എബ്രായർ 11-ാം അധ്യായം 5-ാം വാക്യം. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യെശയ്യാവ് 14, 15, 16 അധ്യായങ്ങൾ. വൈകുന്നേരം എഫേസ്യർ 5-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ആമീൻ.